ചേട്ടൻ്റെ കരിയറിൽ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയാവുന്ന ഒരു പാട്ടാണ്, ഒരു സംശയമില്ലാണ്ട് നമുക്ക് പറയാവുന്ന ആണ് രതിനിർവേദത്തിലെ ചെമ്പകപ്പൂങ്കാട്ടിലെ. ചേട്ടനത് കേരള സംസ്ഥാന അവാർഡ് നേടിത്തന്ന ഗാനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സുദീപ് കുമാർ എന്നുള്ളൊരു സിംഗർ എന്നെ കാണുമ്പോഴും പ്രോഗ്രാമിനൊക്കെ വരുമ്പോഴൊക്കെ എനിക്ക് ഉറപ്പാണ് തീർച്ചയായിട്ടും ഓഡിയൻസ് ചേട്ടൻ്റെ ഒരു പാട്ട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ പാട്ട് ചോദിക്കുന്നുണ്ടാവും. ഞാൻ പാടിയ പാട്ടുകൾ, സൂപ്പർ ഹിറ്റായ പാട്ടുകൾ പലതും ഡ്യുവറ്റ്സ് ആണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യമായിട്ടൊരു സോളോ വലിയ ഹിറ്റായത് ഈ പാട്ടാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെടുത്തല്ല, അതിന് കുറച്ച് മുമ്പൊക്കെയാണ് പിന്നെ ഹിറ്റായ പാട്ടുകൾ വന്നിട്ടുള്ളത്. ഭയങ്കര രസമുള്ളൊരു പാട്ടാണ്. അതിൻ്റെ കോമ്പോസിഷന് വലിയ പ്രത്യേകതയുണ്ട്. അതിപ്പം ഞാനെന്നല്ല, അത് ആ പാട്ട് മനസ്സിലാക്കി ആര് പാടിയാലും അത് നന്നായിരിക്കും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലിറിക്സ് തനി ഗ്രാമീണ പദങ്ങൾ കൊണ്ടാണ് മുരളി ചേട്ടൻ ആ പാട്ട് എഴുതിയിരിക്കുന്നത്. പിന്നെ ആ സിനിമയ്ക്ക് പ്രത്യേകതയുണ്ട്. സിനിമ ഓൾറെഡി ജനങ്ങൾ കണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവരും കണ്ട് അക്സെപ്റ്റ് ചെയ്തൊരു സിനിമ കഥയാണ്. രാജുവേട്ടൻ ബ്യൂട്ടിഫുൾ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജയൻ ചേട്ടൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് ആഹിരി എന്ന് പറഞ്ഞ രാഗമാണ് ബേസ് ചെയ്തിരിക്കുന്നത്. ആഹിരി രാഗത്തിൽ നമ്മൾ കഥകളി പദങ്ങൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വേറെ മറ്റ് പാട്ടുകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ഭാവതലം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫോക്ക് സ്പർശം കൊടുത്തതുകൊണ്ടാണ് കൂടുതലായിട്ടും മറ്റു പാട്ടുകളിൽ നിന്ന് വേറിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ ആ പാട്ട് എന്നെ തേടി വന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. കാര്യം നമ്മൾക്ക് ആ പാട്ട് പാടാൻ കിട്ടുന്ന അവസരമാണ് നമുക്ക് മറ്റു നേട്ടങ്ങളെല്ലാം കാരണമായിട്ട്. തീർച്ചയായിട്ടും. അപ്പം എന്തായാലും സുധീവേട്ടൻ്റെ ശബ്ദത്തിൽ ആ പാട്ട് എന്തായാലും കേൾക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പ്ലീസ് ഒരു 4 ലൈൻസ് നമുക്ക് വേണ്ടി. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചിന്താമരേ. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചിന്താമരേ. എൻ്റെ കരൾ കൊമ്പിളിൻ ചാറ്റും മഴച്ചോലയിൽ വന്നു പൂത്തുലഞ്ഞിടുമോ ചൊല്ലാതിരേ ചിന്താമരേ. ചെമ്പകപ്പൂങ്കാട്ടിലെ ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചിന്താമരേ. രസം. സോ ബ്യൂട്ടിഫുൾ. ഈ പാട്ട് കിട്ടിയത് ശരിക്കും വലിയൊരു ഭാഗ്യം തന്നെയാണ് സുധീവേട്ടന്. സുധീവേട്ടനൊരു 150% മനസ്സർപ്പിച്ച് പാടിയോണ്ടാണ് ഇത്രയും വലിയൊരു അംഗീകാരം ഈ പാട്ടിന് കിട്ടിയത്. ഭയങ്കര രസം. ഇങ്ങനെ കേട്ടപ്പോൾ ഒരു വേറൊരു പ്രത്യേക ഒരു മൂഡ് പാട്ടിന്. വെരി നൈസ്. ആൻഡ് താങ്ക്സ് ടു എം ജയേന്ദ്രൻ സർ ഫോർ ദാറ്റ് സോങ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് നല്ല പാട്ടുകൾ ഇതുമാതിരി ചേട്ടൻ്റെ പോപ്പുലർ സോങ്സ് എന്ന് പറയാനായിട്ട് ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. ഡ്യുവറ്റുകൾ കുറേ ചേട്ടൻ്റെ പോപ്പുലറായിട്ടുള്ള ഡ്യുവറ്റ്സ് ഉണ്ട്. ചിത്രേച്ചിയുടെ കൂടെ പാടിയ പാട്ട് എൻ്റെ ഡി എന്നുള്ള പാട്ട്, പിന്നെ അതേമാതിരി ജയറാമേട്ടൻ്റെ ഫിലിമിലെ വെള്ളാരം കുന്നിലേറി, അങ്ങനെ ഒരുപാട് നല്ല മെലഡി, അതോടൊപ്പം തന്നെ അത്യാവശ്യം കോംപ്ലിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം ഡെപ്ത് ഉള്ള കോമ്പോസിഷൻസ് ഉള്ള പാട്ടുകൾ ഒരുപാട് സുധീവേട്ടന് പാടാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ എനിക്കൊന്ന് സുധീവേട്ടൻ്റെ സിംഗിങ് സ്റ്റൈലിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു തോന്നുന്നു ചട്ടക്കാരിയിലെ ശ്രേയാ ഘോഷാലിൻ്റെ കൂടെയുള്ള ഡ്യുവറ്റ് നിലാവേ. ഇൻഫാക്ട് കുറച്ച് ദിവസം മുമ്പ് ഞാനത് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വണ്ടിയിൽ വെച്ച് പാട്ട് കേട്ടു. അപ്പം ഞാനങ്ങനെ മനസ്സിൽ വിചാരിച്ചു സുധീവേട്ടൻ്റെ ഒരു വോയിസ്, ഒരു റെൻഡിഷൻ സ്റ്റൈലൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിലാണ്, കുറച്ചും കൂടെ ഒരു മെലോ ഫീലിലാണ് ചേട്ടൻ അത് പാടിയേക്കണത്. അപ്പോൾ അത് കേൾക്കാനൊരു പ്രത്യേക രസമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ പാട്ട് ഈ പറഞ്ഞ മാതിരി ശ്രേയാ ഘോഷാലിൻ്റെ കൂടെ ഒരു ഡ്യുവറ്റ് പാടാന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മുമ്പ് ശ്രേയാജിയോടൊപ്പം ഞാൻ വേറെ ഡ്യുവറ്റ് പാടിയിട്ടുണ്ട്, മധുരം ഗായതി മീര ബനാറസിലെ. അപ്പോൾ ആ പാട്ട് പാടി കഴിഞ്ഞിട്ട് ഈ നിലാവേ എന്ന് പറഞ്ഞ പാട്ട് പാടുന്നതിന് മുമ്പ് ജയൻ ചേട്ടൻ എന്നോട് പറഞ്ഞത് മധുരം ഗായതിയിൽ എങ്ങനെ പാടിയോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം ഇതിലെ റെൻഡറിങ് സ്റ്റൈൽ. മധുരം ഗായതി ഫുൾ പവറായിട്ടാണ്, ഫുൾ ത്രോട്ടഡ് ആയിട്ടാണ് പാടിയിരിക്കുന്നത്. അപ്പം എന്നോട് ഹരിമുരളീരവൻ പാടുന്ന പോലെ പാടരുത്. കാര്യം ഇത് ശ്രേയാജി പാടിയിരിക്കുന്നത് ഒരു വളരെ എന്താ പറയുക, നമ്മളെ ഒരു എന്താ പറയുക, ഒരു നനുത്ത സ്പർശം എന്നൊക്കെ പറയില്ലേ, ഫെദർ ടച്ച് എന്ന് പറയുന്നത് പോലെ, ഒരു തൂവലുകൊണ്ട് തൊടുന്ന പോലെയാണ് പാടുക. അതുകൊണ്ട് തൂവലുകൊണ്ട് അവർ തൊടുന്നത് പോലെ അത്രയും സോഫ്റ്റായി പാടി വെച്ചിരിക്കുന്നതിൻ്റെ അനുപല്ലവിയിലാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് വരുമ്പോൾ
അത് അതിനേക്കാളും സോഫ്റ്റായിട്ട് പാടണം, അത്രയും ആ പാട്ടുമായിട്ട് ചേർന്ന് പാടണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പിന്നെ അതിലെ ഹീറോ ആണെങ്കിലും ഒരു യങ് ഹീറോയാണ്, അത്രയും സൂപ്പർ ഹീറോസ് ഒന്നുമല്ല, ലാലേട്ടൻ്റെ നമുക്കൊന്നുമല്ല. അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ള സിംഗിങ് അല്ല അതിൽ ആവശ്യം. അതിനകത്ത് വളരെ അത് സംഗീത സംവിധായകൻ തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടിൽ എങ്ങനെ വരണം എന്നുള്ളത് സംബന്ധിച്ച്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നതുകൊണ്ട് ചേട്ടൻ പറഞ്ഞ പോലെയാണ് ഞാൻ പാടാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. ഭയങ്കര രസമുള്ള പാട്ടാണ് കേൾക്കുക. ഈ അടുത്ത് മലയാളത്തിൽ ഇറങ്ങിയ പാട്ടുകളിൽ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ വൺ ഓഫ് മൈ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് സുദീപേട്ട, ഇങ്ങനെ കുറച്ച് നേരം സുദീപേട്ടൻ്റെ മ്യൂസിക്കിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടും സുദീപേട്ടൻ്റെ നല്ല പാട്ടുകളൊക്കെ കേൾക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എനിക്കും സന്തോഷം. കാര്യം ജോത്സ്ന ഒരു പാട്ടുകാരി എന്നുള്ള രീതിയിൽ നമുക്കെല്ലാവർക്കും അറിയാം, എനിക്കിഷ്ടമുള്ള പാട്ടുകാരിയാണ്, നമ്മളെല്ലാവരും അംഗീകരിച്ച പാട്ടുകാരിയാണ്, എത്രയോ ഹിറ്റായ പാട്ടുകൾ പാടിയിട്ടുണ്ട്. പക്ഷേ ജോത്സ്ന പുതിയൊരു റോളിലാണ് ഇവിടെ. ഇപ്പോൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പാട്ടുകളുടെ ഒരു മറ്റു പാട്ടുകാരിലൂടെയും അവതരിപ്പിക്കുന്ന രീതിയിൽ ഡ്യുവറ്റ് വളരെ നന്നായിട്ട് പോകുന്നതിൽ, അത് ഇതിനകത്ത് എനിക്ക് കൂടെ എൻ്റെ ഭാഗമായി തീരാൻ കഴിഞ്ഞതിൽ അമൃത ടി വിയുടെ എല്ലാ ആളുകളോടും, എല്ലാ ക്രൂ മെമ്പേഴ്സിനോടും, ജോത്സ്നയോടും, പിന്നെ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ വലിയ സന്തോഷമാണ് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന മ്യൂസീഷ്യൻസ്, ഇവരെല്ലാവരും വേദികളിലൊക്കെ നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാകുന്നവരാണ്. അവരിതിപ്പം കുറച്ചുകൂടെ സ്വാതന്ത്ര്യത്തോടു കൂടി ഇവരുടെ കൂടെ ഇങ്ങനെ ഒരു നമുക്കിഷ്ടമുള്ള പാട്ടുകൾ പാടിയിരിക്കാൻ കിട്ടിയ അവസരത്തെ ഏറ്റവും സുന്ദരമായ ജീവിതത്തിലെ നിമിഷങ്ങളിൽ പെടുത്തി ഞാൻ എന്നും ഓർമ്മിക്കും എന്ന് മാത്രം പറയാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ പോണതിന് മുമ്പ് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു ചേട്ടൻ്റെ പാട്ടുകളിൽ എനിക്ക് വൺ ഓഫ് മൈ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ചട്ടക്കാരിയിലെ പാട്ടാണെന്ന്. അപ്പോൾ ഡ്യുവറ്റ് എന്ന ഈ ഷോയിൽ നമുക്കതൊരു ഡ്യുവറ്റ് ആക്കി പാടി നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിച്ചാലോ? ഡ്യുവറ്റ് പാടി തന്നെ നമുക്ക് ഈ ഡ്യുവറ്റിനോട് വിട പറയാം. ഓക്കെ. വെണ്ണിലാവേ നിലാവേ നീ മയങ്ങല്ലേ, കിനാവിൽ കിനാവാ നീ തലോടില്ലേ. ഹൃദയരാഗമൊഴിഞ്ഞുപോയി തളിരിതളെഴും വിരലിനാൽ തനു തഴുകിയണയൂ. നിലാവേ നിലാവേ നീ മയങ്ങല്ലേ, കിനാ